അപ്പോൾ ഇന്ന് ലാലിഗയിൽ ബാർസലോണയും സെൽറ്റ വിഗോയും തമ്മിലായിരുന്നു കളി. എസ്റ്റാഡിയോ ഡെയ് ബലേഡസ്ഫെറിന സ്റ്റേഡിയത്തിലായിരുന്നു കളി നടന്നത്. കളിയുടെ 10-ാം മിനിറ്റിൽ തന്നെ സെൽറ്റയുടെ ഡിഫൻഡർ ഹാൻഡ് ചെയ്തതിനാൽ ബാർസലോണയ്ക്ക് പെനാൽറ്റി നൽകി. റോബർട്ട് ലെവൻഡോസ്കി പെനാൽറ്റി കൃത്യമായി തന്നെ ഗോളാക്കുകയും ചെയ്തു. അതിനുശേഷം 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സെർജിയോ കെരേരോ എന്ന് പറഞ്ഞ സെൽറ്റയുടെ പ്ലെയർ തിരിച്ചു ഗോളടിച്ച് കംബാക്ക് നടത്തി. 37-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ക്രോസിൽ ലെവൻഡോസ്കി തൻ്റെ 2ാമത്തെ ഗോളും അടിച്ചു. ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ ബോർഗോ ഇഗ്ലേസിയസ് 2-2 ഗോളടിച്ചു. 4-2 കളി അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ ബാർസയുടെ ചെറിയ താരമായ ലാമിൻ യമാൽ 3ാമത്തെ ഗോളും അടിച്ചു ബാർസലോണയ്ക്ക്. 72-ാം മിനിറ്റിൽ ലെവൻഡോസ്കി തൻ്റെ ഹാട്രിക്ക് കംപ്ലീറ്റ് ആക്കി. കളി അവസാനിക്കുന്നതിന് മുമ്പ് ഡിയോങ്ങിന് 2 യെല്ലോ കാർഡും കിട്ടിയ റെഡ് കാർഡ്. പിന്നെ ബാർസലോണ 20 ഷോട്ടും സെൽറ്റ വിഗോ 6 ഷോട്ടുമായിരുന്നു അടിച്ചിരുന്നത്. കളിയുടെ ശേഷം ബാർസലോണ 2ാം സ്ഥാനം, സെൽറ്റ വിഗോ 13ാം സ്ഥാനത്തും പോയി.